CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. കരിമണൽ കമ്പനിയായിട്ടുള്ള CMRLും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ കോടികളുടെ ഇടപാടിലാണ് ഈ അന്വേഷണം. 1-2 കോടിയിലല്ല, 100 കോടിക്ക് പുറത്തേക്കുള്ള അന്വേഷണ പരിധിയിലേക്ക് തന്നെയാണ് ED സംഘം കടക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മെയ് മാസം വീണയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിലൂടെയാണ് കേസിന് വഴിത്തിരിവായ ചില തെളിവുകൾ ED സംഘത്തിന് ലഭ്യമായത്. ഒരു ചുവന്ന പുറംചട്ടയുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ, ഒരു ഐഫോൺ, ഒരു പ്രത്യേക വിവരങ്ങൾ കുറിച്ച പേപ്പർ ഷീറ്റ്, ഇതൊക്കെ തന്നെയാണ് നിർണായക തെളിവായി ED ചൂണ്ടിക്കാട്ടുന്നത്. സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ 2,78,00,000 രൂപ വീണയുടെ കമ്പനിക്ക് CMRL നൽകിയെങ്കിലും ഒരു സേവനവും അവിടെ കിട്ടിയിട്ടില്ല എന്ന് MD ആയിട്ടുള്ള ശശിധരൻ കർത്ത തന്നെ മൊഴിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് വീണ ശരിവച്ചിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ED റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. എക്സാലോജിക്ക് ഏറ്റെടുത്ത സേവനങ്ങൾക്ക് വേണ്ടി പിന്നീട് മറ്റൊരു IT സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയപ്പോൾ വീണയ്ക്ക് നൽകിയതിനേക്കാൾ വളരെ തുച്ഛമായ തുക മാത്രമേ അവിടെ ചിലവായിട്ടുള്ളൂ. 66 ലക്ഷം രൂപയുടെ നഷ്ടവും വെറും 5 ലക്ഷം രൂപ വിറ്റുവരവുള്ള ദുർബലമായ ഒരു സ്ഥാപനവുമായിരുന്നു എക്സാലോജിക്. CMRLന്റെ ഔദാര്യത്തിലാണ് അത് നിലനിന്ന് പോകുന്നത് എന്നതുകൂടി റിപ്പോർട്ടിൽ പറയുന്നു. അത് ശരിവെക്കുന്നു മറ്റ് തെളിവുകളൊക്കെ തന്നെ. ശശിധരൻ കർത്തയാകട്ടെ മൊത്തം 182 കോടി രൂപയുടെ ക്രമക്കേട് ഇവിടെ നടത്തിയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 139 കോടി രൂപ ചെളിനീക്കൽ എന്ന പേരിൽ യഥാർത്ഥ സേവനങ്ങളോ ബില്ലുകളോ ഒന്നും തന്നെ ഇല്ലാതെ സ്വയം തയ്യാറാക്കിയെടുത്ത ചില വൗച്ചറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്കിൽ നിന്നും എഴുതി തള്ളിയത് പോലും. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് 27,585 രൂപ, ലോക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 15.57 ലക്ഷം രൂപ, വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലെ 1,37,000 രൂപ എന്നിവയൊക്കെ തന്നെ ED ഇതിനോടകം തന്നെ മരവിപ്പിച്ചു. ഇതിനു പുറമെ CMRL ഡയറക്ടർമാരുടെയും കുടുംബാംഗങ്ങളുടെയും 26 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചിട്ടുണ്ട്. ആകെ 12 പ്രതികളുടെ 29 കോടി രൂപയുടെ സ്വത്താണ് ഇപ്പോൾ കണ്ടുകെട്ടലിന് മുന്നോടിയായി മരവിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കേസ് ഇപ്പോൾ കുടുംബത്തിനുള്ളിലേക്ക് കൂടി വ്യാപിക്കുന്നു. അതായത് വീണയുടെ ഭർത്താവ്, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും ED സംഘം പരിശോധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. CMRL നിന്നും വീണയുടെ അക്കൗണ്ടിലെത്തിയ പണം പിന്നീട് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തോ എന്നുള്ള കാര്യം തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. അങ്ങനെ ചെയ്തെങ്കിൽ പിന്നീട് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറും. സ്വത്ത് പൂർണ്ണമായി കണ്ടുകെട്ടാൻ മുന്നോടിയായി വീണ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള നിയമപരമായ അവസരമടക്കം ഇപ്പോൾ ലഭ്യമാകും. അതിലെന്തായിരിക്കും ഒരു നീക്കം നടത്തുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.